കാഞ്ഞിരപ്പുഴയിൽ തേങ്ങ പിടിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ഹനീഫയുടെ ഓർമ്മകളിൽ നിന്നും തൊണ്ടി ടൗൺ ശരിക്കും കരകയറിയിട്ടില്ല. അതിനേക്കാളും വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ് ഹനീഫയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഴകപ്പൻ എന്ന ഈ നായ. ഹനീഫ നടന്ന വഴികളിൽ കൂടിയാണ് അഴകപ്പനും ഇപ്പോൾ നടക്കുന്നത്, തൻ്റെ പ്രിയപ്പെട്ട യജമാനെ തേടി. കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട കൊട്ടംചിറ സ്വദേശി വയലിൽ പീടികയിൽ ഹനീഫയുടെ ഓർമ്മകളാണ് ഇന്ന് തൊണ്ടിയിൽ ടൗണിനെ നൊമ്പരത്തിലാഴ്ത്തുന്നത്. പുലർച്ചെ മുതൽ രാത്രി വരെ ടൗണിലെ സജീവ സാന്നിധ്യം. കുരിശുപള്ളിയിലെ ലൈറ്റുകൾ സമയത്ത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുക, പരിസരത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുക, പക്ഷികൾക്ക് ഭക്ഷണം നൽകുക, വഴിയിലൂടെ കടന്നു പോകുന്നവരോട് ചിരിച്ചുകൊണ്ട് കുശലം പറയുക, ചെറിയ തമാശകൾ പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കുക. ഇങ്ങനെയൊക്കെയായിരുന്നു ഹനീഫി എന്ന് പ്രദേശവാസികൾ. പരമാവധി എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളൂ. ഒരാളോടും മോശമായിട്ട് പെരുമാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു രണ്ടാഴ്ചയായി കാണും ഈ നായ ഇതിലെ വരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഇതാകാമെന്നുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഉപദ്രവിക്കലെന്ന് പറഞ്ഞു. പിന്നെ അതിനെ കൂടെ കൂട്ടുവായി എല്ലാം കൊണ്ടും രാവിലെ തൊട്ട് ഒരു 4-5 മണി വരെ ഇവിടെ ഫുൾ ടൈം ഉണ്ടാകുമായിരുന്നു. അതാകുമ്പോൾ നേരത്തെ ഡ്രൈവറായിരുന്നു അയാൾ. ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഈ കുരിശുപള്ളിയുടെ ഇവിടെ തിരി വെക്കുന്ന രാവിലെ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ടാണ് 2 തിരിയെങ്കിലും മേടിച്ചെന്നും കൊണ്ടുവെക്കുമായിരുന്നു. മറ്റുള്ളവർ പോലും അത് ചെയ്യലില്ല. പിന്നെ ആ കുരിശുപള്ളിക്ക് ചുറ്റും അന്ന് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് നനയ്ക്കുക, അങ്ങനത്തെ എല്ലാ പണി. ഇപ്പോൾ ആരെന്ത് ആവശ്യം പറഞ്ഞാലും കഴിയുന്നതാണെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു. എന്നാൽ ഹനീഫ ഇനി തിരികെ വരില്ലെന്ന സത്യം അറിയാതെ ഇന്നും തൻ്റെ പ്രിയ കൂട്ടുകാരനെ കാത്ത് അലയുകയാണ് അഴകപ്പൻ എന്ന തെരുവ് നായ. അതിലെ കടന്നു പോകുന്ന ഓരോ ആളുകളിലും തൻ്റെ യജമാനൻ്റെ മുഖമുണ്ടോ എന്ന് തിരയുകയാണ് അഴകപ്പൻ. തൊണ്ടി ടൗണിലും പരിസരത്തും ഹനീഫ എത്താവുന്ന എല്ലായിടങ്ങളിലും അഴകപ്പൻ ഹനീഫയും കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഹനീഫയെ പറ്റി പറയുമ്പോൾ നാട്ടുകാർക്കും അതുപോലെ തന്നെ അവൻ്റെ സ്വദേശമായ കൊട്ടഞ്ചരംകാർക്കും ഒരുപാട് പറയാനുണ്ട്. എന്നാലും ചെറുപ്പകാലത്ത് തൊണ്ടിയിൽ വന്ന് എല്ലാ വാഹനങ്ങളിലും ഒരു കാലത്ത് നമ്മുടെ നവജ്യോതി സ്കൂളിലെ വാഹനത്തിൽ കിളിയായി പോയിരുന്നു ഹനീഫ. അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾക്കടക്കം ഹനീഫയെ അറിയാം. എല്ലാവരുടെയും സുരക്ഷിതത്വം അവൻ്റെ ചുമതലയായിരുന്നു. പഴയ ഡ്രൈവർമാരൊക്കെ നാട്ടിൽ വരുമ്പോൾ അവർ വാഹനങ്ങളിൽ താക്കോലൊക്കെ വെച്ച് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ പോയാൽ ആ ഒരു കാവൽക്കാരനെ പോലെ ആ വാഹനം നോക്കി നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ താക്കോൽ എടുക്കാതെ പോയത് എന്ന ഒരു ചോദ്യമൊക്കെ ചോദിച്ച് തമാശയോടെ അവരോട് ലോകമൊക്കെ പറഞ്ഞിട്ട് പോകും. ഇന്ന് മനുഷ്യന്മാർക്ക് സ്നേഹത്തിൻ്റെ വിലയെ അറിയില്ല. നമുക്ക് നമ്മുടെ അഴകപ്പൻ എന്ന് പറയുന്ന അവൻ്റെ കൂടെ കൂടിയ ഒരു നായ ഒരാഴ്ച മാത്രമേ അവൻ്റെ കൂടെ കൂടിയിട്ടുള്ളൂ. എങ്കിലും അഴകപ്പനെ ഇന്ന് കാണിക്കുന്ന സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത, നമ്മൾ എത്രത്തോളം ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ തിരിച്ച് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ മിണ്ടാപ്രാണികൾക്ക് ഒരു നേരം ഒരു ഭക്ഷണം കൊടുത്താൽ അത് എത്രത്തോളം നമ്മളെ കാണാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നത് ഈ ഒരു അഴകപ്പനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവൻ്റെ സാന്നിധ്യം ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ മരണപ്പെട്ടു പോകുമ്പോഴാണ്, മരിച്ചു പോയതിന് ശേഷമാണ് നമുക്ക് ഹനീഫയുടെ വില മനസ്സിലാകുന്നത്. മനുഷ്യരുടെ ഓർമ്മകൾ കാലത്തിനൊപ്പം മങ്ങിപ്പോയേക്കാം, പക്ഷേ ഒരു മിണ്ടാപ്രാണിയുടെ സ്നേഹത്തിന് അതിരുകളില്ല എന്നാണ് അഴകപ്പൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ ദിവസവും അഴകപ്പൻ ഇവിടെ എത്തുകയാണ്. തൊണ്ടിയിൽക്കാരുടെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം ഗ്രീൻസ് ജോർജ്, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.